നമസ്കാരം. പ്രധാന വാർത്തകൾ. ലോക്കോ റണ്ണിംഗ് ജീവനക്കാർ ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഹരിച്ച് സമരം ഒത്തുതീർക്കണം. കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കത്തയച്ച് മന്ത്രി വി ശിവൻകുട്ടി. തൃശൂരിലും പാലക്കാടും നേരിയ ഭൂചലനം. ജർമ്മനിയുടെ കിടിലൻ തിരിച്ചുവരവ്. യൂറോ കപ്പ് ഉദ്ഘാടന മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെ തകർത്തു. വാർത്തകൾ വിശദമായി. ലോക്കോ റണ്ണിംഗ് ജീവനക്കാർ ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഹരിച്ച് സമരം ഒത്തുതീർക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് മന്ത്രി വി ശിവൻകുട്ടി കത്തയച്ചു. റെയിൽവേ ആക്ടും നിയമങ്ങളും അനുസരിച്ച് പ്രതിവാര വിശ്രമത്തോടൊപ്പം പ്രതിദിന വിശ്രമം നിഷേധിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെയും കർണാടക ഹൈക്കോടതിയുടെയും വിധികൾ നടപ്പാക്കില്ല എന്ന നിലപാടിനെതിരെ ജൂൺ 1 മുതൽ ലോക്കോ റണ്ണിംഗ് ജീവനക്കാർ സമരത്തിലാണ്. തൃശൂരിലും പാലക്കാടും ഭൂചലനം. രാവിലെ 8:15ഓടെയാണ് 4 സെക്കൻഡ് നീണ്ടുനിന്ന ഭൂചലനം ഉണ്ടായത്. വലിയ ശബ്ദത്തോടെ പ്രകമ്പനം അനുഭവപ്പെടുകയായിരുന്നു. ഗുരുവായൂർ, കുന്നംകുളം, വേലൂർ, മുണ്ടൂർ പ്രദേശങ്ങളിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. ഇനി കായിക വാർത്ത. 10 വർഷം മുമ്പ് ലോക കിരീടത്തിൽ മുത്തമിട്ട് പിന്നിട്ട് നടന്ന കോൺഫെഡറേഷൻ കപ്പിലും വിജയിച്ചതിനു ശേഷം നിരനിരയായി തോൽവികൾ ഏറ്റുവാങ്ങിയ ജർമ്മനി യൂറോ കപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ വമ്പൻ തിരിച്ചുവരവ്. ആതിഥേയരായ ജർമ്മനി സ്കോട്ട്ലൻഡിനെ തോൽപ്പിച്ചത് 5-1. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.